ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നാഗറിൻ്റെ ഒരു ക്ഷേത്രമാണ്, നാഗർകാവാണ്. അവിടെ പോയി തൊഴുതതിന് ശേഷം പിന്നെ നമ്മളിവിടെ വന്നതിന് ശേഷമായിരിക്കും സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് കൃഷ്ണൻകോലി പോവും. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം വരാം കേട്ടോ. നമുക്കെല്ലാവർക്കും പണ്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ആഗ്രഹമാണല്ലേ. അപ്പോൾ അത് അമ്മയും ഇതുപോലെ പറയുമായിരുന്നു. ഈ പണ്ട് ഈ കാവെന്ന് പറഞ്ഞാൽ ഫുൾ കാടിന് ചുറ്റും നടുക്കിരിക്കുന്ന ആ ഒരു ഇതായിരുന്നു. പിന്നീട് അത് വെട്ടിത്തെളിച്ച് ഇപ്പം അത്യാവശ്യം ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. അപ്പോൾ 1-ാം തീയതി അതുപോലെ വിഷു അതൊക്കെ ആയതുകൊണ്ട് തന്നെ അന്ന് പൂജയും ഒക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പം വേറെ ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല സമയം എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി ദാണ്ട ചീര കൃഷി നമ്മളിവിടെ കണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മളിതാ തൊഴുതു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മൾ കൃഷ്ണൻകോലി പോകണം. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷ്ണൻകോലി പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരമാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട് പിടിക്കാം. വീട് പിടിച്ചിട്ട് നമ്മുടെ പൂപ്പിക്കൂടെ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരാൾ എന്നെയാണ് കേട്ടോ അവൻ. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങകലി അങ്ങകലി നേരം യവതയായിരുന്നു ചങ്കരി. ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം കേട്ടോ. കഴിച്ചിട്ട് എനിക്ക് പൂപ്പിയം കൊണ്ട് ഇവിടെ ഇന്നലെ ഞങ്ങൾ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ ഒന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ കൊണ്ട് ഇവിടെ ഒന്നിച്ചിട്ട് ഒന്ന് ട്രിം ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് പോകണം. പോയിട്ട് വന്നിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ കാണിക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും ആയിരുന്നേ ഗൈസ്. അപ്പോൾ നമ്മളിതാ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് പൂപ്പിയുടെ ഇവിടെ ഒന്ന് ട്രിം ചെയ്യണം. പോണ വഴിക്ക് 10 പേർക്ക് നമ്മൾ ആസ് യൂഷ്വൽ കൊടുക്കുന്ന പോലെ ഊണ് കൊടുക്കണം. തമ്പാനൂർ ഭാഗത്തൊക്കെ കാണും. അപ്പം അന്നദാനം മഹാദാനം എന്നാണ്. അപ്പം നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ പൂപ്പിയെ നമുക്ക് ഗ്രൂം ചെയ്യാനല്ല ട്രിം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പോവാം. ഓക്കെ, വേഗം പോയിട്ട് വരാം, കാണിച്ചു തരാം. 10 പേർക്കുള്ള ഊണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പോകുന്ന വഴിയിൽ അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാം. നവീൻ ചേട്ടാ ഹാപ്പി വിഷു പറ. ചേട്ടാ ഹാപ്പി വിഷു. അച്ഛാ ഹാപ്പി വിഷു പറ. കൊടുത്തിട്ട് വരാം ഗൈസ്. 2 പേരെ കിട്ടി. പൊരിഞ്ഞ വെയിലിൽ കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. ഇല്ല, ക്രോസി ഒരു അപ്പൂപ്പനെ കിട്ടിക്കൊണ്ട് കൊടുക്കാം. ഈ കാണുന്ന അമ്മൂമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന സമയത്ത് അമ്മൂമ്മയുടെ കണ്ണങ്ങ് നിറഞ്ഞു. ഭയങ്കര സന്തോഷം അമ്മൂമ്മയ്ക്ക്. എനിക്കത് ഭയങ്കര സന്തോഷമായി ഗൈസ്. പാലത്തിന്റെ അടുത്ത് ഇങ്ങോട്ടാ വരാൻ കൊടുത്തത്. ഇതാ ഈ കാണുന്ന അങ്കിളിന് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടില്ല. അങ്കിള് കൈ കൂപ്പി. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എല്ലാവരും പറ്റുന്നത് പോലെ എല്ലാവരും ഇതുപോലെയൊക്കെ സഹായിക്കുക. കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കുക. അത് 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 വലിയൊരു കാര്യം തന്നെയാണ് ഗൈസ്. ഇനി നമുക്ക് നേരെ റോംസ് ആൻഡ് റക്സിൽ പോകണം. ഇവന്റെ ഈ 2 ഫേസിലുള്ള ഹെയർ ഒക്കെ ഒന്ന് വെട്ടി കളയണം. പിന്നെ അവന് ഇന്നലെ നല്ലപോലെ ഗ്രൂം ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഒരു വ്യത്യാസം തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്നത്. ഇന്നലെ തന്നെ അവരെ വിളിച്ച് പറഞ്ഞു ഒന്നും ശരിയായിട്ടില്ല എന്ന്. മെയിനായിട്ട് പോകുന്ന അവന്റെ ഫേസിൽ ആ ഒരുപാട് ഹെയർ ഉണ്ട് ഇപ്പോഴും. അത് ഞാൻ പറഞ്ഞതുപോലെ അവര് കട്ട് ചെയ്തില്ല. അപ്പൊ അത് കട്ട് ചെയ്യാം. പിന്നെ എവിടെ പോവാ?
അയ്യോ അതെ പൂപ്പി ആരാണ് പുറത്തിറങ്ങിയിട്ട് കുരയ്ക്കണം ഞാൻ ഇതുവരെ കുരച്ചിട്ടില്ല. എന്തോ ചോദിക്കുകയാണ് തോന്നുന്നു. അവന് മതിയായിരുന്നു. അവന് ഉറക്കം വരും. നല്ല ഒബീഡിയൻ്റ് ആയിട്ട് എൻ്റെ പൂപ്പിക്കൂട്ട ഇരുന്ന് കൊടുക്കുന്ന കണ്ടോ ഗൈസ് കട്ട് ചെയ്യാനായിട്ട്. ഉണ്ണി ഇതാ ഇങ്ങനെയായി ഗൈസ്. ദാ അവൻ്റെ കാർഡും എല്ലാം വെട്ടി തളർത്തി എടുത്തിട്ടുണ്ട്. ഗൈസ് ഇന്ന് നമുക്ക് സദ്യയായിട്ട് ഇല വേണ്ടാന്ന് വെച്ചു. പ്ലേറ്റിലാണ് കഴിക്കുന്നത്, പക്ഷെ എല്ലാ കറികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആകെ അതിൽ കഴിക്കുന്ന കൂട്ടുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യയിൽ കൂട്ടുകറിയും കുറച്ച് പരിപ്പും പപ്പടവും വെച്ചിട്ടാണ് കഴിക്കുന്നത്. അതുപോലെ ഇവിടെ ഇത് വേറെ ഒരുപാട് കറികളുണ്ട്, അതൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. പിന്നെ പാലടയും ബോളിയും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ബോളിയും പാലടയും, ആഹാ അന്തസ്സാണ് ഗൈസ്, അന്തസ്. എത്ര പേർക്ക് ഇത് ഇഷ്ടമാണ് ഈ കോമ്പിനേഷൻ കേട്ടോ. പാലടയും ബോളിയും വേറെ ലെവലാണ് ഗൈസ്. സൂപ്പർ ഗൈസ്. അപ്പോൾ ഞാനും ചേച്ചി അമ്മയും കൂടെ കോവിലിൽ പോകാൻ പോവാണ്, കൃഷ്ണൻ കോവിലിൻ്റെ. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഫോട്ടോ കാണിക്കാം കേട്ടോ. ഇവളാണ് ഉടുപ്പിച്ച് തന്നത്. സെറ്റ് മുണ്ടാണ്, പ്ലെയിൻ കരയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ക്ഷേത്രത്തിൽ പോവുകയാണ്. ടാറ്റാ. കൃഷ്ണൻ കോവിൽ എത്തിയിട്ടുണ്ട്. കൃഷ്ണൻ കോവിൽ എത്തിയിട്ടുണ്ട്. ഹാപ്പി വിഷു പറയൂ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ദീപാരാധന ടൈമായിരുന്നു, ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ, രക്ഷയില്ല. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ വേർത്ത് കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഞാൻ ഇന്നിട്ടിരിക്കുന്ന എൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ സെറ്റ് മുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ട്രഡീഷണലായിട്ട് ഒരുങ്ങുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭയങ്കര ട്രഡീഷണലായിട്ട് ഇങ്ങനെ ഒരുങ്ങണം എന്നുള്ളത്. നമ്മളിതാ കോവിലൊക്കെ തൊഴുതിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം വിഷുവിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇന്ന് നടന്ന കുറച്ച് സംഭവങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ